സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാഴ്ചപ്പാട് മാറിയിട്ട് ഭൗതിക തലത്തിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് പോകും. ഭൗതിക തലയില്ലാതെ നമുക്ക് സ്പിരിച്വാലിറ്റി ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ വിചാരിക്കും, ഭൗതിക തലം വേണ്ട, അതിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഭൗതികമില്ലാതെ ആത്മീയ ജീവിതം മാത്രമായിട്ട് ആൾക്കാരികളൊന്നും നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ബന്ധുക്കോസുകാരോ ക്രിസ്ത്യാനിയോ ഒന്നും ആ നിലയിലൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു വ്യക്തിക്കകത്ത്, ഒരു ദൈവവൈതൽ എന്ന നിലയിൽ ഒരു വ്യക്തിക്കകത്ത് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, പരിജ്ഞാനമില്ലെങ്കിൽ എൻ്റെ ജനം തെറ്റിപ്പോകും, അല്ലെ? ദർശനമില്ലാത്തടത്ത് ജനം വഴിവിട്ട് നടക്കണം. അപ്പോ ഒന്ന് ദർശനം ഉണ്ടാകണം. നമ്മൾ വെറുതെ ജീവിക്കുന്നത് മീൻസ് ഒരു ഫാമിലി പോലും ആണെങ്കിൽ ആ ഫാമിലിയെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്തവരെങ്ങനെയായിരിക്കും? ലേസി ആയിരിക്കും, അല്ലെ? ഒരു ഉദാസീന ജോലിക്ക് പോവില്ല. കാരണം വീട് അങ്ങനെ കൊണ്ടുപോകുന്ന അറിയത്തില്ലാത്തവരുടെ ജോലിക്ക് പോകുന്നു. എന്ത് കഴിയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും പഴഞ്ഞ അങ്ങനെ കിട്ടാനുണ്ടല്ലോ, കഴിച്ചാൽ മതി എന്ന് ഓർക്കുന്ന ആൾക്കാർക്ക് പുരോഗതിയെ കുറിച്ച് ചിന്തിക്കത്തില്ല. ഇന്ന് ജീവിക്കുന്ന നിലവാരത്തിൽ നിന്ന് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും അതിന്റെ കുടുംബം ഇന്ന നിലവാരത്തിലെത്തണം, എന്റെ കുഞ്ഞുങ്ങൾ ഇന്ന നിലയിലെത്തിക്കണം എന്നുള്ള ചിന്തിക്കുന്ന അതുപോലെ ആൾക്കാർ മാത്രം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തുള്ളൂ. നമ്മൾ കാണുന്ന കാര്യം ഞാൻ ഈ ദിവസങ്ങളിൽ ദേഹം, ദേഹി, ആത്മാവ് ഈ മൂന്ന് തലത്തിലും ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട ഹീലിംഗ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഫിസിക്കലി ഡിസോർഡർ ഉണ്ട്. അത് നോർമലി വരുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും വരുന്നതാണ്. നമുക്ക് മാത്രമല്ല പുറത്തോട്ടും വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ പ്രത്യേകത അതിന് വന്നാൽ ജയിക്കാനുള്ള അതോറിറ്റി ഇവിടെ എടുക്കുന്നതാണ്. ഒരാൾക്ക് രോഗം വരത്തില്ല, ദൈവമായിട്ട് രോഗം വരത്തില്ല എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ മണ്ണിനെടുത്ത ശരീരമായിട്ട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവമായിട്ട് മൈറ്റെന്ന് പറയുന്നത് ആ രോഗത്തെ ജയിക്കാനുള്ള ചാൻസ് നമുക്ക് സ്പിരിച്വൽ വലത്തിൽ മാറ്റുന്നുണ്ട്. ഞാൻ രാവിലെ ആർട്ടിഫിഷ്യൽ എൻ്റെ ഹൃദയത്തിനൊക്കെ ഒത്തിരിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ഈ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കും. ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അതിനകത്ത് എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് കൊടുത്തേക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് നിന്ന് വരുന്നത് എങ്കിൽ പോലും ഞാനിങ്ങനെ ചോദിച്ചത്, ഇന്നത്തെ കാലഘട്ടത്തിൽ യേശു പറഞ്ഞ കാര്യം നടക്കുന്നില്ല. എന്തുകൊണ്ട്? എൻ്റെ ചിന്ത അത് തന്നെ. യേശു പറഞ്ഞു വിശ്വസിച്ചാൽ നടന്നു. ഇന്ന് രാവിലെ ഞാൻ വായിച്ചത് അത് തന്നെ. എന്തുകൊണ്ട് നടക്കുന്നില്ല? മൈ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ച സമയത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കുറവ്. ഫുഡൊക്കെ കിട്ടുമ്പോൾ ചില ഫുഡ് കിട്ടുമ്പോൾ എങ്ങനെ കഴിക്കില്ല. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കേട്ടിട്ട് ഫുഡുണ്ട് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം പഴം തരും. പഴം തന്നിട്ട് കുറച്ച് പാനം തന്നു. അപ്പോൾ ഇത് രണ്ട് ചെറിയ കഴിയുന്നതെന്ന് അവിടെയുള്ളവർക്ക് അറിയുന്നതായിരിക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ആദ്യം പഴം തരും. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഇതെന്തോതിനാണ് ഇവിടെ വേറെ സിസ്റ്റം. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സംഭവം എങ്ങനെ യൂസ് ചെയ്യുന്നത് അറിയത്തില്ലെങ്കിൽ മൊബൈലും എല്ലാവരുടെയും ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വചനത്തിന്റെ സത്യങ്ങൾ നമ്മൾ അറിയാത്തതാണ് നമ്മുടെ പവറിന്റെ കുറവ്. നമുക്ക് വിടുതൽ വേണം, നമുക്ക് ഉയർച്ച വേണം, നമ്മൾ സ്പിരിച്വലി ഉയരണം, ഇതൊക്കെ വേണം. പക്ഷേ ഇതൊക്കെ വേണം. ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയണ്ടേ, ഇതെങ്ങനെ നടക്കുമെന്ന് അറിയണ്ടേ. നമ്മൾ ഏറ്റവും ഭയങ്കരമായിട്ട് എവിടെ നോക്കിയാലും ഇവിടെ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, പകൽ പ്രവർത്തിച്ചു. പക്ഷെ യേശുവിന്റെ പ്രവൃത്തിക്കകത്തുനിന്ന് ഞാൻ നോക്കിയിട്ട് വലിയ ബഹളങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ യേശു പറഞ്ഞതെല്ലാം സംഭവിച്ചു. യേശു
വളരെ കൂളായിട്ടാണ് സാധിക്കുന്നത്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സൗണ്ട് പോലും കാണുമ്പോൾ യേശു സംസാരിച്ചു. നിന്റെ കിടക്ക് എടുത്ത് നടക്കാം. ആ വാക്കിനകത്തൂടെ ചലിച്ച ഒരു ദൈവസാന്നിധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമല്ലോ, പക്ഷെ എനിക്ക് നിങ്ങളോട് ചലഞ്ചിങ് ആയിട്ട് ചോദിക്കാത്ത ഒരു കാര്യം, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? നിങ്ങളുടെ വാക്കിലൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവസാന്നിധ്യം ആവശ്യമുണ്ട്. ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന കാര്യം, ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം നടക്കുന്നില്ല എന്തുകൊണ്ട്? യേശു പറഞ്ഞ നടക്കാം. ഒന്നുകിൽ യേശു പറഞ്ഞ ദൈവവചനം കള്ളമാണെന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ എവിടെ സംതിങ് റോങ് ആണല്ലോ. അപ്പൊ അല്ലെങ്കിൽ ഈ ശബ്ദത്തിലൂടെ വ്യാപരിച്ച ദൈവശക്തി എന്തുകൊണ്ട് നമ്മൾ വ്യാപരിക്കുന്നില്ല? അത് വ്യാപരിച്ച ആൾക്കാരുണ്ട്, ഇന്ന് ജീവിക്കുന്നുണ്ട്. പല വിധത്തിൽ ഞാൻ എന്ത് കാണുന്നു അതിനനുസരിച്ചായിരിക്കും എന്റെ വിശ്വാസം പറയുന്നത്. അപ്പൊ ഞാൻ എന്താ വായിക്കുക? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചത് യെരൂശലേമിലും ശമര്യയിലും യൂദയയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. പേടിച്ച് അരണ്ട് ഇരിക്കുന്ന ജനത്തെ നോക്കി യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ കൂടെ 3.5 വർഷക്കാലം ജീവിച്ചിട്ട് യേശു ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന് യേശുവിനെ അവർ മിസ് ചെയ്യുന്നത്. കാരണം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരുടെ കൂടെ 24 മണിക്കൂറില്ല. യേശു പലപ്പോഴും വന്നു പോയി ഇരിക്കും. അപ്പൊ ഇവർക്ക് അതിന്റെ ഒരു ആക്സസ് ഉണ്ട്. ആക്സസ് ഇസ് ഭയങ്കര പവർഫുൾ. ആക്സസ് ഒരു എന്താ പറയുക, ആക്സസ് പ്രസൻസ് ഇല്ലായ്മ, സാന്നിധ്യം ഇല്ലായ്മ, നമുക്ക് ഒരാളെ കിട്ടാൻ അവൈലബിലിറ്റി ഇല്ലായിരിക്കും, ലഭ്യത കുറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് ദൈവസാന്നിധ്യമായാലും ഇപ്പൊ ഭാര്യയ്ക്ക് ഭർത്താവിനെ കിട്ടാതില്ല, ഭർത്താവിന് ഭാര്യനെ കിട്ടാതില്ല, ലഭ്യത കുറയുക എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും കാണുന്നുണ്ട്. അതല്ല, ഭവനത്തിനകത്ത് എനിക്ക് ആവശ്യപ്പെടുമ്പോൾ എൻ്റെ അടുത്തുണ്ടാകേണ്ട വ്യക്തി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ യേശു 3.5 വർഷം രാത്രിയും പകലും അവർക്ക് ഹാബിറ്റ് യേശുവിന്റെ കൂടെ നടക്കുന്നത്. ആ യേശുവാണ് അവരെ വിട്ടു പോയേക്കുന്നത്. ഇപ്പോ യേശു അവരെ എന്താ പറയുന്നത് വരും, ഇടയ്ക്കുന്ന വരും, അവരൊന്ന് മുസ്കി. പിന്നെ യേശു എവിടെയെന്ന് അറിയത്തില്ല, ചിലപ്പോൾ പിതാവിന്റെ സാന്നിധ്യത്തിലായിരിക്കും. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ യേശു പോകാൻ സമയം പറഞ്ഞത് ഇവര് വയടിച്ച് യേശുവിന്റെ ആസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇവർക്ക് അറിയാം യേശു ഭക്തർക്ക് സംബന്ധിച്ചാണെങ്കിൽ യേശു അധികാരമില്ല. അപ്പൊ ഇനി എന്ത് എന്ന ചോദ്യത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ യേശുവിനോട് പറയുന്നത്, ആത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ എന്റെ ഹൃദയത്തിനകത്തോടെ വാങ്ങിയത് ആത്മാവ് നിങ്ങളുടെ മേൽ വരും, ശക്തി ലഭിക്കും. ആത്മാവ് വരും, ശക്തി ലഭിക്കും. വചനത്തിനകത്ത് നോക്കിയാൽ ഞാൻ പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരുടെ കാര്യമൊന്നുമല്ല പറയുന്നത്. ആത്മാവ് ഒരുത്തന്റെ മേലെ ഉണ്ടെങ്കിൽ, ക്രിസ്തു ഒരുവന്റെ മേലെ ഉണ്ടെങ്കിൽ വരുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ക്രിസ്തു നമ്മൾ വസിക്കുന്നുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് ഒരുത്തത്തിൽ എങ്ങനെ എഴുതുമ്പോൾ പറയുന്നു, 6-ാം അധ്യായത്തിൽ പറയുന്ന നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. അതൊരു ഫോം അല്ല, ഫോംലെസ് ആണ്, അല്ലെങ്കിൽ എന്താണ്, ഷേപ്പ്ലെസ് ആണ്. അസ്ഥിത്താഴ്വരയിൽ കിടക്കുന്ന അസ്ഥി പോലെ. ഭൂമി എന്താണ്? ഷേപ്പ്ലെസ് ആണ്, അല്ലെ?
നിങ്ങൾ ഷേപ്പ്ലെസ് ആകും, ലക്ഷ്യം കാണത്തില്ല, ശൂന്യതയായിരിക്കും, റിസൾട്ട് ഫ്രൂട്ട്ഫുൾ ആകത്തില്ല. എന്നാൽ അവിടെയുള്ള അല്ലെങ്കിൽ പ്രതീക്ഷ തരുന്നത് വചനം പറയുന്നു, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, പക്ഷേ അതിനു മുകളിൽ വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സൃഷ്ടിപ്പിന്റെ ഒന്നാമത്തെ ദിവസത്തിന് മുമ്പ് തന്നെ, സൃഷ്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇരുള് അധികരിച്ച് വന്ന് ഇരുള് കർത്തൃത്വം നടത്താതിരിക്കാൻ, വല്ല ഫ്രൂട്ട്ഫുൾ ആകാൻ പോകുന്നതിന്റെ ജീവിതത്തെ തടയാതിരിക്കാൻ, ശൂന്യതകളെ നിറയ്ക്കാൻ, ആ ശൂന്യതകളെ നിറവുകളെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ തടയാതിരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ, ഇരുളിന്റെ കർത്തൃത്വത്തെ അണ്ടർ കൺട്രോളിലാക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് അതിനു മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് മേൽ പരിവർത്തിച്ചു. സൃഷ്ടി നടത്താൻ പോകുന്നതായ ദൈവം, സൃഷ്ടി നടത്താൻ പോകുമ്പോൾ, ദൈവം സൃഷ്ടി നടത്താൻ പോകുമ്പോൾ, ദൈവം വിളിച്ചു വരുത്താൻ പോകുമ്പോൾ, ഇല്ലാത്തതിനെ നിറയ്ക്കാൻ പോകുമ്പോൾ, ഇല്ലായ്മകളെ മാറ്റാൻ പോകുമ്പോൾ, ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പോകുമ്പോൾ, ഫോമിലേക്ക് കൊണ്ടുവരാൻ പോകുമ്പോൾ, ഉടമന തടസ്സമായി നിൽക്കുന്ന ഇരുളിന്റെ ആധിക്യത്തെ, ഇരുളിന്റെ ആധിപത്യത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Glory to God. Glory to God. അല്ല, സൃഷ്ടിപ്പിനകത്ത് യഹോവയാം ദൈവം പ്രവർത്തിക്കുന്ന സമയത്ത് ഇരുള് അധികരിച്ച് വരാതിരിക്കാൻ, ഇരുള് അവിടെ വാണുകൊണ്ടിരുന്നെങ്കിൽ, ഇരുള് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇരുളായിരിക്കുന്നതിനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം ദൈവാത്മാവ് പരിവർത്തിച്ചെങ്കിൽ, Glory to God. രണ്ടാം വാക്യം പറയുന്നു, ഹല്ലേലൂയ, വെള്ളത്തിന്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. Praise the Lord. 13-14 വാക്യത്തിലാണ് ഭൂമിയെ തെളിയിക്കുന്ന, അത് രാത്രിയിൽ വാഴുവാൻ ചന്ദ്രനെയും പകൽ വാഴുവാൻ സൂര്യനെയും, ദൈവം രാത്രിയിൽ വാഴുവാൻ വലിയ വെളിച്ചങ്ങളെയും ചെറിയ വെളിച്ചങ്ങളെയും പകൽ വാഴുവാൻ വലിയ വെളിച്ചങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ 14 വാക്യത്തിൽ ഒരു വെളിച്ചം ഉണ്ടായതുകൊണ്ട്, പക്ഷെ എവിടെയോ അതിനേക്കാൾ വലിയൊരു വെളിച്ചം വേണ്ടാകുന്നുണ്ട്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അതിനോട് പറയുന്നു, ഇരുളിൽ നിന്ന് വെളിച്ചത്തെ പ്രവചിച്ചു. ഹല്ലേലൂയ. ഇരുള് കർത്തൃത്വം കടത്തി വാഴത്തിക്കുന്ന ഇരുളിന് ഉടമന വാഴുന്നൊരു വെളിച്ചത്തെ ഇരുളിനകത്തൂടെ വിളിച്ചു വരട്ടെ. ഉടമന രഹസ്യ വെളിച്ചത്തെ ഇരുളിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ ഹല്ലേലൂയ, വാഴ കൊതിച്ചു നിൽക്കുന്ന, ശൂന്യത കൊണ്ടുവരാൻ കൊതിച്ചു നിൽക്കുന്ന, ഹല്ലേലൂയ തകർക്കാൻ കൊതിച്ചു നിൽക്കുന്ന, നിന്റെ കുടുംബ ജീവിതത്തെ ചിത്രമാക്കാൻ കൊതിച്ചു നിൽക്കുന്ന, നിന്റെ ശരീരത്തിന്റെ ബോധത്താക്കാൻ കൊതിച്ചു നിൽക്കുന്ന ഇരുളിന്റെ വ്യാപാരത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരുളിനെ ദൈവം വേർതിരിച്ച വെളിച്ചത്തെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ. വെളിച്ചം രണ്ടാണ്. ഒന്ന് വെളിച്ചം കാഴ്ച കാണുന്നത്, രണ്ട് വെളിച്ചം അജ്ഞതയെ മാറ്റുന്നത്. ഞാനവിടെ ആ ഓപ്ഷൻ എടുക്കുന്നത്. പ്രൈസ് എന്ന് പകൽക്കാലം എനിക്ക് എന്റെ അകത്തിലെടുക്കുന്ന സബ്ജക്റ്റിനോട് വന്നത് ഹല്ലേലൂയ, ഇരുള് വാഴാൻ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അജ്ഞതയാകുന്ന ഇരുള്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് സൃഷ്ടി നടക്കുന്നില്ല? ഇരുള് കർത്തൃത്വം നടക്കും, സൃഷ്ടി നടക്കത്തില്ല. ദൈവത്തിന് അറിയാം. നോളജിന്റെ വെളിച്ചത്തെ ദൈവം കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ വെളിച്ചമാക്കുവാൻ, നിന്റെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുവാൻ, നിന്റെ ജീവിതത്തെ ഫ്ലറിഷ് ആക്കുവാൻ, നിന്റെ ജീവിതത്തെ ഫ്രൂട്ട്ഫുൾ ആക്കുവാൻ, അജ്ഞതയാകുന്ന ഇരുളിനെ, കർത്തൃത്വം നടക്കാൻ കൊതിച്ച ഇരുളിനെ കീഴടക്കുന്ന വെളിച്ചത്തെ ആത്മാവ് നിന്റെ മേൽ വീശി അടിക്കുകയാണ്. ശമാനഗസി. അതുള്ള അലക്കി വേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുളാകാൻ, അത് വെളിച്ചമുണ്ടാകാതെ ക്രിയേഷൻ നടക്കത്തില്ല. Praise the Lord. ഇരുൾ കർത്തൃത്വം നടത്തുകയില്ല. ഇരുൾ അജ്ഞത കർത്തൃത്വം നടത്തുകയില്ല. നിന്റെ ലൈഫിൽ നീ എന്ത് അനുഭവിക്കണമെന്ന് Praise the Lord. എന്ത് നോയിങ്ങിലി പറയാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോ നമ്മൾ കണ്ടതും, നമ്മൾ പഠിച്ചതും, നമ്മൾ കേട്ടതും
ചെയ്യുന്നത് നിന്റെ വെളിച്ചത്തെ ആദ്യം കൊണ്ടുവരാനാണ്. കണ്ണും തുറക്കുകയധികം ചില ഹല്ലേലൂയ മാറ്റുന്നത് നിന്റെ ജീവിതത്തിൽ ചിലതിനെ സൃഷ്ടി എങ്ങനെ നടക്കുന്നത്? വിളിച്ചു വരുത്താനാണ്. വിളിച്ചു വരുത്താനാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിനകത്ത് സൃഷ്ടി നടത്തുവാൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ 24 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. വിളിക്കണം. നടക്കണമെങ്കിൽ സൃഷ്ടി നടക്കണം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കണം. വെളിച്ചം അകത്ത് കയറിയാൽ, ഇരുള് വഴിമാറിയാൽ വെളിച്ചത്തിനെ നയിക്കും, ഗൈഡ് ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ മൂവ് ചെയ്യാൻ തുടങ്ങാം. വെളിച്ചത്തിലേക്ക് നയിക്കും. വെളിച്ചം എന്തിനാ വന്നത്? നിന്റെ ഇല്ലായ്മകളെ കണ്ടിട്ട് വിളിച്ചു വരുത്താൻ. വെളിച്ചം വന്നപ്പോഴറിഞ്ഞത് എന്തൊക്കെ വേണമെന്ന്. ഒരു